Hi viewers, welcome to another new episode of Look and Feel. കഴിഞ്ഞ ലുക്ക് ആൻഡ് ഫീൽ എപ്പിസോഡിൽ നമ്മൾ കാരിക്കേച്ചറിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. നമ്മുടെ പതിവ് കാരിക്കേച്ചർ അല്ലെങ്കിൽ പെയിൻറ്റിംഗ് എന്നതിനേക്കാൾ ഉപരി അത് ഓരോ വ്യക്തികളിലും എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നതും അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് ടുഡേ ഐ എം ഗോണ ഷെയറിങ് യു സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. യു നോ വാട്ട് ഇറ്റ് ഈസ്? ഐ ടെൽ യു. നമുക്കറിയാം, നമ്മൾ മലയാളികളെക്കുറിച്ച് ഒരു വലിയ പരാതി നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ് അല്ലേ. ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ വി ആർ മൂവിങ് ഓൺ ടു ദ ഫോറിൻ കൾച്ചറൈസേഷൻ. യു നോ വൈ? കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളി ഇന്ന് ഗൃഹാതുരത്വം നിറഞ്ഞ അല്ലെങ്കിൽ പരമ്പരാഗത ശൈലിയിലേക്കുള്ള ഒരു മടക്ക യാത്രയിലാണ്. ഐ എം ഷുവർ, ബിക്കോസ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പുകളെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഫെറോ സിമെൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് റീസൈക്ലിംഗ് ഗുഡ്സ്. മാത്രമല്ല, ഈ 2 സ്റ്റെപ്സും ചേർന്ന് ഒരു ബിൽഡിംഗ് എങ്ങനെ മനോഹരമാക്കാമെന്ന് കൂടി നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. സോ ജസ്റ്റ് ഹാവ് എ ലുക്ക് ആൻഡ് ഫീൽ. ഫെറോ സിമെന്റ് എന്ന പ്രോഡക്റ്റ് പറയുന്നത് നമ്മുടെ ഫെറിക്കൈറ്റ് കമ്പി, അതായത് GI കമ്പികൾ ഇട്ട് നമ്മൾ ഒരു മോൾഡിൽ അടിച്ചെടുക്കുന്ന പ്രോഡക്ട്സിനെയാണ് സിമെൻറ്റ് പ്രോഡക്റ്റിനാണ് ഫെറോ സിമെൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫെറോ സിമെൻറ്റിൽ കോപ്പർ കളറിൽ ആഫ്രിക്കൻ കൺസെപ്റ്റിലുള്ള മ്യൂറൽ വർക്കാണ്. ഇതിൻ്റെ വലിപ്പം വരുന്നത് 28 സ്ക്വയർ ഫീറ്റ് ആൻഡ് ദ പ്രൈസ് വാല്യൂ ഇറ്റ്സ് കമ്മിങ് ജസ്റ്റ് 15,000 rupees. ഇറ്റ്സ് നോട്ട് എ ബിഗ് വാല്യൂ, ബിലീവ് മീ. യുനോ, ബിക്കോസ് നമുക്കറിയാം, നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു മ്യൂറൽ വർക്ക് വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു ഹൈ വാല്യൂ ആണ് നമ്മൾ കണക്കാക്കുക. പക്ഷേ ഇതിന് അത്രയും വരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ ഫൗണ്ടൈൻ ഇൻ ബിൽട്ടൺ ആണ്. ദാറ്റ് ബി അമേസിങ് അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഗസ്റ്റ് റൂമുകളിൽ അല്ലെങ്കിൽ ലിവിങ് റൂമുകളിൽ ഇത്തരം മ്യൂറൽസ് വെച്ചാണ്ടാവുന്ന ഭംഗിയെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇറ്റ് വിൽ ബി അമേസിങ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് വാല്യൂവിനേക്കാൾ എത്രയോ വിലമതിക്കും കാഴ്ചയിൽ, ലുക്ക് വൈസ്. അതാണ് ഈ പെർട്ടിക്കുലർ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ഇഷ്ടമുള്ള ശൈലിയിലുള്ളത്, അതോടൊപ്പം തന്നെ പാശ്ചാത്യ, ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, ആഫ്രിക്കൻ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സ്റ്റൈൽ തുടങ്ങി എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടരൂപത്തിൽ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ ഫെറോ സിമെൻറ്റ് പ്രോഡക്റ്റിൻ്റെ സാധ്യത പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മരത്തിനും അതിൻ്റെ ലേബറും, മരത്തിലൊരു കൊത്തുപണി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഒരുപാട് ലേബർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ലേബർ ധാരാളം ഒഴിവാക്കാൻ പറ്റും. കാരണം മോൾഡ് തന്നെ ഓൾറെഡി ഡിസൈൻ വരികയാണ്. അപ്പോൾ ആ ഡിസൈൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ കൊത്തുപണികൾ എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു കാർപ്പൻ്ററി വർക്കോ മിഷനറി വർക്കോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഈ ഫെറോ സിമെൻറ്റിൽ ആവശ്യമുള്ള ഡിസൈനുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രഡീഷണൽ കേരള ഡിസൈൻ, യൂറോപ്യൻ സ്റ്റൈൽ ഡിസൈൻ, എനിത്തിങ്, ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക്, ഏത് വലിയൊരു മ്യൂറലുകൾ, പെയിൻറ്റിങ്സ്, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് പില്ലറുകൾ, ഇപ്പോൾ ചെട്ടിനാട് പില്ലർ, പഴയ ട്രഡീഷണൽ തമിഴ്നാട്ടിലെ ചെട്ടിനാട് പില്ലറുകൾ, അല്ലെങ്കിൽ ഒരു മുഗൾ ആർക്കിടെക്ചർ ആവശ്യമുണ്ട്, അറേബ്യൻ സ്റ്റൈലിലുള്ളൊരു ഡിസൈൻ ആവശ്യമുണ്ട്, ഇസ്ലാമിക് പാറ്റേൺ ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഗോത്തിക് ആർച്ചുകൾ, ക്രിസ്ത്യൻ ആർക്കിടെക്ചർ, ഏത് സിവിലൈസേഷനിലെ ആർക്കിടെക്ചറും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫെറോ സിമെൻറ്റിൽ റീഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഫെറോ സിമെൻറ്റിൽ അങ്ങനെ റീഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ അലൈൻമെൻറ്റും വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ നന്നായിട്ട് അത് ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പതിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പ്ലെയിൻ ആയ ഒരു വാളിൻ്റെ മുകളിൽ പെട്ടെന്നൊരു ഡെക്കറേറ്റീവ് ഇഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ഫെറോ സിമെൻറ്റ് പ്രോഡക്റ്റാണ്. ഇത് മറ്റൊരു മ്യൂറൽ വർക്കാണ്. ഇറ്റ്സ് എ ബിഗ് വൺ, റൈറ്റ്? ഗ്രീക്ക് കോൺസെപ്റ്റിൽ ബ്രോൺസ് കളറിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
50 സ്ക്വയർ ഫീറ്റ് വലുപ്പതും 30,000 റുപ്പീസാണ് ഇതിൻ്റെ വാല്യൂ. നമ്മളെല്ലാം തന്നെ വലിയ വീടുകൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ വാളുകൾ ബ്ലാങ്ക് ആയിട്ട് അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ടിരിക്കാവുന്നതാണ് നമുക്ക് കാണാറുള്ളത്. ഇത്തരം ബ്ലാങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ടുള്ള വാളുകൾക്ക് ഫില്ല് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് വേ ആണിത്, യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസെക്ട്സ്, സാധാരണ നമ്മൾ വാളിൽ ഈ പെയിൻറ്റിങ് അല്ലെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും ഇൻസെക്ട്സ് വന്നു കഴിഞ്ഞാൽ അത് നശിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ നിറം മങ്ങിപ്പോകും. ഇത് ലൈഫ് ലോങ് ലാസ്റ്റിംഗ് ആണ്, മാത്രമല്ല വാഷബിളും കൂടിയാണ്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒന്ന് തന്നെയാണിത്. Then why don't you go for this? You have to. ഫെറോസിമെൻറ്റ് പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത പറയുന്നത് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം വുഡ് നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അതിന് ഡാമേജ് വരും, അത് പിന്നെ വിള്ളൽ വരും, അല്ലെങ്കിൽ അതിന് ചെതൽ വരാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വുഡിനുണ്ട്. അപ്പോൾ അത്തരം നല്ല വുഡൊന്നും നമുക്കിപ്പോൾ കിട്ടാനില്ല. ഇമ്പോർട്ടഡ് വുഡ് എന്ന് പറയുന്ന പല വുഡുകളും വളരെ മോശമാണ്. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലർക്കും ചെതലും അതുപോലുള്ള പല പ്രശ്നങ്ങളായിട്ട് വുഡ് നമ്മൾ മാറ്റി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ഈ വുഡിന് ബദലായിട്ട് നമുക്ക് ഫെറോസിമെൻറ്റ് ഡെക്കറേറ്റീവ് പ്രോഡക്ട്സുകൾ ധാരാളമായിട്ട് നമ്മുടെ ഐഡിയക്കനുസരിച്ച്, നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഡിസൈനനുസരിച്ച് ഒരു പാറ്റേൺ ഉണ്ടാക്കി കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള, വളരെ എത്തനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതിന് ഇഷ്ടമുള്ള കളർ ചെയ്യാന്നുള്ളതാണ് ഒരു പ്രധാനമാണ്. ഒരു വുഡ് നമുക്ക് വുഡ് എടുത്ത് മെറ്റലാക്കാൻ പറ്റില്ല, പക്ഷേ ഫെറോസിമെൻറ്റ് നമുക്ക് മെറ്റൽ ടോണിൽ കളർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു മെറ്റൽ ടോണിലാണ് ഈ കളർ വെക്കുന്നത്, അത് മെറ്റലല്ല, ഫെറോസിമെൻറ്റിൽ മെറ്റൽ ടിൻറ്റ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ ഏത് ടോണിലേക്കും, കോപ്പർ, ഗോൾഡ്, വുഡ്, ഏത് സാധനങ്ങളിലേക്കും ഫെറോസിമെൻറ്റിനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് ആ വേറൊരു പ്രോഡക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ഹാൻഡ് വർക്ക് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് നമ്മൾ ലേബർ ചിലവാക്കേണ്ടി വരും. അത്തരം ഹാൻഡ് വർക്കുകൾ പല സ്ഥലത്തും പെർഫെക്റ്റ് ആവില്ല. കുറേ ദൂരെ എത്തുമ്പോൾ അത് പൊളഞ്ഞു പോകും. ഫെറോസിമെൻറ്റ് പ്രോഡക്റ്റ് ഒറ്റ ഡിസൈനാണ്, അതിന് അങ്ങനെ അത്തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവില്ല. സമയലാഭം, ഇപ്പോൾ ഒരു വലിയ ഒരു ക്രിസ്ത്യൻ പള്ളി ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു ചർച്ചാണ് ഡിസൈൻ ചെയ്യാനുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ ഒരു മോസ്കാണ് ഡിസൈൻ ചെയ്യാണെങ്കിൽ നമ്മൾ ഇത്തരം പ്രോഡക്റ്റിൽ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ അത്തരം ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. വീടുകൾ മാത്രമല്ല, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, പിന്നെ റെസ്റ്റോറൻറ്റ്, പാർക്കുകൾ, ഇതിലൊക്കെ തന്നെ നമ്മൾ ഈ ഫെറോസിമെൻറ്റ് പ്രോഡക്റ്റിൻ്റെ സാധ്യതകൾ വളരെ ശക്തമാണ്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, ഇപ്പോൾ കണ്ടംപററി എന്ന് പറയുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ നാച്ചുറൽ ടൈൽസും സ്റ്റോണും ഒക്കെയാണ്. അതൊക്കെ വളരെ എക്സ്പെൻസീവാണ്, എല്ലാവർക്കും ഒന്നും അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലേക്കും കണ്ടംപററി ഡിസൈനിലേക്കും നമുക്ക് ഈ ഫെറോസിമെൻറ്റ് പ്രോഡക്റ്റിനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഡെക്കറേറ്റീവ് പാറ്റേൺ ഒഴിവാക്കി കുറച്ച് റസ്റ്റിക് സ്റ്റൈലിലും ഈ പറയുന്ന ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. ഫെറസ് സിമെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വർഷങ്ങളോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഏതൊന്നും എടുത്തു നോക്കിയാൽ കഴിഞ്ഞാലും ശരി, നമുക്ക് മനസ്സിലാക്കാം 1, 2, 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിറം മങ്ങിപ്പോകും, മാത്രമല്ല അതിൻ്റെ ശോഭ നഷ്ടപ്പെട്ട് അതൊരു ഓൾഡ് വേർഷനിലേക്ക് മാറിക്കഴിയുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈഫ് ലോങ് നമുക്ക് അതേ ഫ്രഷ്നെസ്സോടെ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫെറസ് സിമെൻറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിൽ അതിൻ്റെ വാല്യൂവിനെ കുറിച്ചും എല്ലാം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റീസൈക്ലിംഗ് ഗുഡ്സിനെ കുറിച്ചാണ്.